കേക്കാണേ മൂക്കിന് ദാഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൊണ്ടുവരാൻ പോണം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ രാവിലെ എണീറ്റ് പോണ ചടപ്പ് പൊന്നും. പിന്നെ ഇപ്പത്തെ അവസ്ഥ കാലാവസ്ഥ കുറച്ച് മോശമാണ്. അഥവാ ഇനി ഇവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ അടുത്ത കൊച്ചിയോ കണ്ണൂരോ ഒന്നിന് കൊച്ചി സൗദി ചെരുപ്പാണ്. എന്താ 7 മണിക്കൂറായി, ഗേജ് ഫുള്ളായി. സ്ഥലല്ല വണ്ടി വെക്കാൻ സ്ഥലല്ല. കേസ് നമ്മൾ പുതിയ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖല്ലേ? അപ്പോൾ ആദ്യം കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നതിന് എനിക്ക് നല്ലോണം അറിയാം, അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ വീണ്ടും പറയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ സ്പെഷ്യൽ എൻ്റെ ചങ്കായ എൻ്റെ കുഞ്ഞാനും ജെസിയും ഐറിൻ ദുബായിൽ നിന്ന് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോക്ക് പോയേക്കാം. അപ്പോൾ ഇൻട്രൊക്കെ ഞാനേ ഇവിടുന്ന് നമ്മളെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇൻട്രൊക്കെ എടുക്കും. ഞാൻ രാവിലെ ഇൻട്രൊന്നും എടുത്തിട്ടുണ്ടായില്ല, ഇവിടെ വന്നിട്ടാണ് ഇൻട്രൊക്കെ എടുക്കുന്നത്. പക്ഷേ നമ്മുടെ ബ്രദറും ഫാമിലി അവിടുന്ന് ദുബായിൽ നിന്ന് വന്നപ്പോൾ കാലിക്കറ്റ് ഫ്ലൈറ്റ് ഇറക്കേണ്ടത് നേരെ കൊച്ചി കൊണ്ട് ഇറക്കിയാണ്. അപ്പോൾ രാവിലെ 8 മണിക്ക് ഇവിടെ ലാൻഡ് ചെയ്യേണ്ടതാണ്. നേരെ അവിടെ കൊച്ചി കൊണ്ട് ലാൻഡ് ചെയ്ത്. അത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷൻ അങ്ങനെയാണ്. അത് കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നു. അത് ഒരു ഫ്ലൈറ്റ് മാത്രമല്ല, 4 ഫ്ലൈറ്റായിട്ട് അവർ ഇവിടുന്ന് തിരിച്ചു വിട്ടിട്ടുണ്ട്. ഒന്ന് കണ്ണൂർക്കും, പിന്നെ അതുപോലെ തന്നെ കോയമ്പത്തൂർ, പിന്നെ അതുപോലെ തന്നെ കൊച്ചി, ബാംഗ്ലൂർ, ഈ ഭാഗത്തൊക്കെയാണ് തിരിച്ചു വിട്ടിട്ടുള്ളത്. പിന്നെ ഈ ഫ്ലൈറ്റൊക്കെ അവിടെ ലാൻഡ് ചെയ്തതിനു ശേഷം വീണ്ടും റിട്ടേൺ വന്നിട്ട് റിട്ടേൺ വന്നിട്ട് ഇവിടെ തന്നെ കൊച്ചി കാലിക്കറ്റ് എയർപോർട്ടിൽ തന്നെ അവരെ കൊടുന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈം വരെ നമുക്ക് അവിടെ ഭയങ്കര നഷ്ടമായി. എന്താ വെച്ചാൽ ഇത്രയും നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തില്ലേ. അപ്പോൾ ഏതായാലും അതിൻ്റെയൊക്കെ ഒരു ഫുൾ വീഡിയോ ആയിട്ടാണ് ഇന്ന് വരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ഇരുന്നതിനെ കണ്ടുപിടിങ്ങളെല്ലാവരും. അത് കുറേ പിന്നെ അതിൽ കുറേ നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാനവിടെ കാലിക്കറ്റ് പോയപ്പോൾ. എല്ലാ യാത്രക്കാരെയും കൊണ്ടുവരാൻ വന്ന ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കല്ലേ. ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി എല്ലാവർക്കും. യാത്ര തുടരുകയാണ്. അപ്പോൾ എവിടേക്ക് അന്നത്തെ യാത്ര എനിക്കറിയാം. ഇന്ന് നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഒറ്റക്ക് പോകും എയർപോർട്ടിലേക്ക്. എന്നിട്ട് എൻ്റെ അടുത്ത് വണ്ടി എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. ഓക്കെ എന്നെ കൊണ്ടുവന്നത്. ആയിക്കോട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റുകളായ 3 പിള്ളേർ വരുന്നുണ്ട്. പിള്ളേർ തന്നെ പറയാൻ മതി, കുട്ടികൾ 3 കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിലാണ് ഉള്ളത്. അങ്ങോട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ആ 3 കുട്ടികൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്ന് ജെസി കുട്ടിയും, ഒന്ന് കുഞ്ഞാൻകുട്ടിയും, ഒന്ന് ഐറി കുട്ടിയും. ഈ 3 കുട്ടികളാണ് വരുന്നത്. അപ്പോൾ ഈ 3 കുട്ടികളും ഇടക്കിടക്ക് പോണതാണ്. അതെ, ഒരു ഇടക്കിടക്ക് ഇങ്ങനെ പോകും. അതിനനുസരിച്ച് നമ്മളിങ്ങനെ കൊണ്ടുവരാൻ പോകണം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ രാവിലെ എണീറ്റ് പോണ ചടപ്പ് പൊന്നും മോനെ. ഈ 6 മണിക്ക് എനിക്ക് ഓർമ്മ നമ്മൾ 4 മണിക്ക് ഒരു ദിവസം പോയത്. എന്നിട്ട് നമ്മള് എത്ര മണിക്ക് ഇറങ്ങിയത്? കാരണം മറ്റന്ന് യാത്ര എനിക്ക് ഇഷ്ടമാണ്. ലഗേജ് പിടിച്ചിട്ട് അന്നേ 9-10 മണിക്കാണ് പോകുന്നത്. പിന്നെ ഇപ്പത്തെ അവസ്ഥ കാലാവസ്ഥ കുറച്ച് മോശമാണ്. അഥവാ ഇനി ഇവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ അടുത്ത കൊച്ചിയോ കണ്ണൂരോ ഒന്നിന് കൊച്ചിയോ കാർ അങ്ങോട്ട് പോകേണ്ടി വരും. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്, നമുക്കറിയാലോ. എയർ ഇന്ത്യ എയർലൈനിലാണ് അവര് വരുന്നത്. അപ്പൊ ഏത് ടൈമിൽ എന്തും സംഭവിക്കാം, മനസ്സിലായോ? ചിലപ്പോ എയർഹോസ്റ്റിന്റെ മറ്റേ സമരമൊക്കെ നടന്നില്ല ഇപ്പൊ അടുത്ത്, അതേപോലെ നടക്കാം. ചിലപ്പോ ഫ്ലൈറ്റ് ഡിലേ ആവാം, പല കാരണങ്ങളും എയർ ഇന്ത്യ എക്സ്പ്രസ്. ആ ഒരു എയർലൈന് മാത്രമുള്ളൂ ആ ഒരു കംപ്ലൈന്റ്. എന്തായാലും എയർലൈൻ ഏജൻസിക്കാർ എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഈ ഒരു പ്രശ്നങ്ങള്. ഓക്കെ, അവർ ചിലപ്പോൾ കാലിക്കറ്റ് എയർപോർട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാം. നമ്മളെ മലപ്പുറത്തിന്റെ മണ്ണിലാണ് ഈ എയർപോർട്ട്. അത് കുറെ ആൾക്കാർ കോഴിക്കോടാണ് മറ്റേതാണ് പറയുന്നത്. നടക്കൂലോ, അത് ശരിയല്ല. അല്ല, അതെന്താ വെച്ചാ കോഴിക്കോടിന് പേരെടുത്തുള്ളൂ. മലപ്പുറം മണ്ണിലാണ് ഈ ഒരു എയർപോർട്ട് നിലനിൽക്കുന്നത്. ഞങ്ങളെ മലപ്പുറക്കാരെ മണ്ണിലാണ് അത്. അത് കോഴിക്കോട്ടുകാരതല്ല. അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇനി പണ്ടത്തെ ഇതെങ്ങനെ എനിക്കറിയില്ല, ഞാൻ അറിയാട്ടോ. മലപ്പുറത്താണെന്ന് എല്ലാരും പറയണ കേൾക്കുന്നത്. നമ്മള് റെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു ചെയ്തു. കോഴിക്കോട് കാണുമ്പോ സബ്സ്ക്രൈബർ ഫ്ലൈറ്റ് ലാൻഡ് പൊന്തി പോണത്. അതന്നെ ആ ഫ്ലൈറ്റിന്റെയാണ് ആ പോത്താള്. എയർ ഇന്ത്യ എക്സ്പ്രസ് ഇറങ്ങടാ അവിടുന്ന്. പോത്താളായിരുന്നു.
ഇന്ത്യക്കാണ് ഗായ്സ്. അതായത് കോമഡി ഒന്നല്ല കേട്ടോ റിച്ചോ, കോമഡി ആയതല്ല നമ്മളെ അയ്യരുണ്ടല്ലോ, അയ്യരിപ്പണി വരുമ്പോ അയ്യരിപ്പാട് അശപ്പ ഞാനില്ലേ ദുബായിലൊക്കെ ആയിരുന്നു അശാപ്പ, എന്തൊക്കെയാണ് വിശേഷം അശാപ്പൊക്കെ എന്താ വേണ്ടത്, ഭയങ്കര ഓളാ പൊളിച്ചു തരാൻ കാണാൻ ഈ വീഡിയോ. അതാണ് ഞങ്ങക്ക് തൊള്ളവടായൊക്കെ കാണാൻ. കാലാവസ്ഥ ശരിയല്ല കേട്ടോ, ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞു പോകുന്നുണ്ട്. അയ്യോ കാലിക്കറ്റ് എയർപോർട്ട് ഞാന് ഒരു കാലത്തൊക്കെ റിച്ചു ഉപ്പാനെങ്ങനെ കൊണ്ടുവരാൻ ഇങ്ങനെ. ഞാൻ ജനിച്ചത് തന്നെ ഇങ്ങോട്ടാണല്ലോ, അതായത് ഇങ്ങനെ വരുമല്ലോ. എത്ര വട്ടം ഞാൻ വന്നിക്കണ അറിയോ ഉപ്പാനെ കൊണ്ടുവരാനൊക്കെ. എന്നിട്ട് ഇങ്ങനെ കരയും ഞാന്, ഇപ്പൊ പോകുമ്പോ ഇങ്ങനെ കരയും. എന്നിട്ടൊരു 100-100 തരും നമുക്ക്. 100-200 കയ്യിൽ വെച്ചാൽ കയ്യിൽ വെക്കും, എന്നിട്ട് അത് കൊണ്ടുപോയി ചെലവാക്കുകയും ചെയ്യും. എന്നിട്ട് ഇങ്ങനെ പറയും. ആ ഒരു പ്രവാസ ജീവിതം പറഞ്ഞ വല്ലാത്തൊരു ഇടങ്ങാറ്. ഇപ്പൊ എത്ര 36 വർഷം അത്ര അത്തപ്പോ എല്ലാവരും സൗദിയിൽ നമ്മളെ ഹറമിന്റെ അടുത്ത് തന്നെ നമ്മളൊക്കെ പോയത്. 36 കൊല്ലം തോന്നുന്നു. ആടാ ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെട്ട് ഈ ഒരു പ്രവാസ ജീവിതം പറഞ്ഞു കഴിഞ്ഞാൽ റിച്ചോ. പ്രവാസ ജീവിതം പറഞ്ഞാൽ നമ്മളെ പ്രവാസികൾക്ക് ഒരു വേദനയാണ് ഈ യാത്ര. എനിക്കറിയാം. കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ഇന്നലെ മിനിസ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ, നമ്മളെ BJP മിനിസ്റ്റർ വരുന്നുണ്ട് തോന്നുന്നു. പോലീസും പട്ടാളുണ്ട് അവിടെ. അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലേ നമുക്ക്. ഡൊമസ്റ്റിക്കിലാവുമ്പോഴാണ് നമ്മുടെ BJP ഇന്നലെ തൃശ്ശൂർ നമ്മളെ സുരേഷ് ചേട്ടൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ വേറെ ഇന്ന് രാഹുൽ ഗാന്ധി വരുന്നാണോ? ഇന്നിപ്പോ ഇടവണ്ണ രാഹുൽ ഗാന്ധി വരുന്നുണ്ടായിരുന്നു. ഇന്ന് 12 ഇന്ന് എന്തായാലും പോണേ, നമുക്ക് കാണാൻ പോവാം. ഫുള്ള് അപ്പൊ എന്തായാലും നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മള് രാഹുൽ ഗാന്ധിനെ കാണാൻ പോകും. രാഹുൽ ഏത് ഡേറ്റും ജൂൺ 12 15 ഇവിടെ വരുന്ന ഇടവണ്ണയില് 17,000. അപ്പൊ ഏതെങ്കിലും ഒരു മിനിസ്റ്റർ ആരെങ്കിലും ഒരാളാക്കാരം എന്തായാലും പോയൊക്കെ നമുക്ക് അറിയണ ആരായാലും അത് എന്താ ശരിയല്ലേ വെച്ചു നമുക്ക് പോവാം, പ്രശ്നമല്ല. അല്ല നമ്മളിപ്പോ പിടിപാടില്ല ആളല്ലടാ. അതെ നമ്മളെ പറ്റിക്ക് തള്ളിനും വേണ്ട പേര്. നാളെ ഓർമ്മ നമ്മള് വീഡിയോ സതീശനെ പോയണ്ട്. സതീഷ് ഏട്ടനെ പാർക്കിംഗ് നോട്ട് അവൈലബിൾ. ചെങ്ങൈനെ കുത്തി മറിച്ചിടണ്ട കേട്ടോ. നിയറസ്റ്റ് നമുക്ക് അവിടെ പോയി പാർക്ക് ചെയ്യാം. ആ എൻട്രൻസിന്റെ അവിടെ പോയി പാർക്ക് ചെയ്ത് ഞാൻ വെച്ചു. അത് നമുക്ക് വലിയൊരു ഉപകാരമാണ്. അപ്പൊ റിച്ചു ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ലാൻഡ് ചെയ്യാൻ ഉള്ളിൽ കയറി നമുക്ക് അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാർക്കിംഗ്. സ്പെഷ്യൽ ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. അവിടെ ഒരു 50 രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് സേഫ് ആയിട്ട് വണ്ടി ഇടാം. അതിന് കുറച്ച് ഞാൻ നമ്മളിട്ടില്ലേ നമ്മളെ പാർട്ടി ആയത് വലിയ ഉപകാരം. ഇവിടെ കാലിക്കറ്റ് എയർപോർട്ട് എത്ര 10 മിനിറ്റ് 15 മിനിറ്റ് ഫ്രീ ആണ് അല്ലേ? പേയ്മെന്റ് അടക്കണ്ട, അല്ലെങ്കിൽ മിനിമം ചാർജ് അടക്കണം. കൂടുതലുള്ള വിശേഷങ്ങൾ നിങ്ങൾ കണ്ടറിയുക. അവിടെ ഇവിടെ പുതിയ ഇത് വന്നല്ലോ കാലിക്കറ്റ് എയർപോർട്ട് ഫ്രണ്ടില്ലേ പാർക്കിങ്ങിന്റെ. അടിപൊളിയാക്കണല്ലോ. ലാസ്റ്റ് വന്നു ഇങ്ങോട്ട് നമ്മളെ ആക്കാൻ. അന്ന് ഞാൻ വന്നോ? അല്ല അന്ന് ഞാൻ ഇല്ല, ഞാനന്ന് മലേഷ്യയിലാണ്. അന്ന് ഇജ്ജും സദക്കത്താക്കുമല്ലോ അന്നിനെ. പിന്നെ നമ്മൾ ലാസ്റ്റ് എന്നാ പിന്നെ ഈജിപ്ത് പോയെന്നാ അന്ന് എന്തൊക്കെയാ തോന്നുന്നു. അന്ന് മറ്റേ ബാഗൊന്നും കാണാനില്ല, കൊറേ കച്ചറുണ്ടായിരുന്നു. അല്ല ഈജിപ്ത് പോയി കഴിഞ്ഞിട്ട് 2 വട്ടം പോയിക്കണം. അപ്പൊ 2 വട്ടം നമ്മള് പോയി. ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ എയർപോർട്ട് ആരെ വരുന്നത് കാണണം. അവിടെ പോയിട്ട് ഈ തിരക്ക് മാറണം. അവിടെ ഇപ്പോൾ തലക്ക പോകുന്നുണ്ടോ? ആദ്യം നമുക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്യാം. അവിടെ കുറച്ച് ഒഴിഞ്ഞ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തരുമോ? നമുക്ക് പ്രശ്നമില്ല. 10 എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഗസ് ചെയ്യൂ ഗൈസ്. നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യും. കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവിടെ. മാറി നിൽക്കൂ, ആശിപ്പാണ്ടിക്കട വരുന്നുണ്ട്. മാറി നിന്നോളിയും മാറി നിന്നോളിയും എന്താണെന്ന് പോരെ. ആ, 1 minute. 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 1 minute
നമുക്ക് മലബാർ ഗോൾഡ് ഡയമണ്ട്സിന്റെ ഇതൊക്കെ കൊടുത്തിക്കണ്. പൈസക്കാർക്ക് ആട് കൊടുക്കേ, പൈസക്കാർക്ക് ആട് കൊടുക്കുന്നുണ്ട്. പ്രശ്നം ചെലവില്ലല്ലോ. അവിടെ എന്താ പറഞ്ഞത്, ഇച്ചരത്ത് ഫുള്ള് ഇത് കൊച്ചി കൊണ്ട് ഇറക്കുന്നതിന് എനിക്ക് നല്ലോണം അറിയാം. ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇങ്ങനെ തന്നെ കയറാം. എയർ ഇന്ത്യ എക്സ്പ്രസ് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കാലാവസ്ഥ സിറ്റുവേഷൻ മൂലം അത് ഇവിടെ കൊണ്ടുപോയി വിട്ടിരിക്കണേ. കൊച്ചിയിൽ എല്ലാ യാത്രക്കാരും ഇവിടെ പോസ്റ്റ് അടിച്ചിട്ട് എന്നൊക്കെ പറയാണ്ട്. അതൊക്കെ എന്തൊക്കെ പറയാനല്ലേ? കൊച്ചി പോയി ഞാൻ കുഞ്ഞാനും ജസ്സിനും കൊണ്ടുവരേണ്ടി വരും. എന്താ ചെയ്യുക? അവനൊക്കെ ഒരവസ്ഥ വന്നത്. അപ്പോൾ ഇത് ഫുള്ള് ഡൈവേർട്ട് ചെയ്തണൊക്കെ വല്ലാത്തൊരവസ്ഥ കിട്ടോ. ഞാൻ കാണിച്ചുതരാം, ഈ മോണിറ്ററിൽ ഞാൻ കാണിച്ചുതരാം. ഇതാണ്, ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. പാവം എല്ലാ യാത്രക്കാരും ഒറ്റപ്പെട്ടൊരവസ്ഥയായി. കണ്ടോ, എല്ലാം ഡൈവേർട്ട് ചെയ്ത് കണ്ടോ. ഷാർജ, അബുദാബി, ദമാം, റിയാദ്, മസ്കറ്റ്, എല്ലാതും മസ്കറ്റ്, റിയാദ്, ദമാം, ഷാർജ എത്തിട്ടോ. ബാക്കി അബുദാബി കാര്യങ്ങളൊക്കെ ഇവിടെ പിന്നെ ജിദ്ദ, ഷാർജ മാത്രമുള്ള എത്തിയിട്ട്. ജിദ്ദ മാത്രം ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാ പോവാ. രാഹുൽ ഗാന്ധി ഏതായാലും എത്ര യാത്രക്കാരെ കൊണ്ടുവരാൻ വന്ന ജനങ്ങൾ അവിടെ ഇരിക്കണൊക്കെ ഒക്കെ കാൽമ കാലും കയറ്റിച്ചിരിക്കണൊക്കെ അല്ലേ? റിട്ടേൺ വന്ന കഴിച്ചില്ലായി. ഒരാൾ പ്ലേറ്റിൽ ഇറങ്ങിയിട്ടില്ല അറിയണ്ട്. ചിലപ്പോ റിട്ടേൺ വരാൻ ചാൻസ് ഉണ്ട്. അതെ എന്താ എല്ലാവരും ഇവിടെ ഇരിക്കണൊക്കെ കായലാത്തിൽ ഇറച്ചിക്കണവരൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ അല്ലേ? ഏതായാലും റിച്ചോ ഞമ്മക്ക് നാട്ടിലേക്ക് പോവാം. അല്ല അപ്പം എന്താ ചെയ്യാം? പറയാൻ പറ്റൂല. നീ അങ്ങോട്ട് ചെല്ലണെങ്കിയോ? റിച്ചോ, നേരം ടൈം 11:15. നമ്മൾ എത്ര മണിക്കാണ് പോകുന്നത്? 6 മണിക്ക് പോയിട്ട് 6 മണിക്ക് പോകുന്ന ആൾക്കാർ നമ്മൾ. ഇനി അവിടുന്ന് കൊച്ചിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ട് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. നമ്മള് മാത്രല്ല, കൊറേ ഫാമിലീസ് അവിടെ ഇരിക്കുകയാണ്. സാധാരണ ഈ 10 മണിയാകുമ്പോഴത്തേനും മൊത്തം പോകും. എന്നിട്ട് പിന്നെ നൈറ്റ് ആണ് ഉണ്ടാവല്. ഈ ടൈം ആകുമ്പോ മൊത്തം പോകും. യാത്രക്കാരെ കൊണ്ടുവരാൻ വന്ന ഫാമിലീസും അവിടെ എങ്ങനെ കാൽമക്കാലും കയറ്റിച്ചിരിക്കുന്നത്. എന്താ ചെയ്യാ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ കാലാവസ്ഥ എങ്ങനെയാണ് നമ്മളെ മലപ്പുറം ജില്ലത്തെ. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം. ഏതായാലും 1-2 അല്ലേ, 4-5 ഫ്ലൈറ്റാണ് ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്തില്ല. ഒന്ന് ഇവിടേക്ക് കോയമ്പത്തൂര്, കണ്ണൂര്, കൊച്ചി, അങ്ങനെ 3-4 എയർപോർട്ടിലേക്കാണ് ഇവിടുന്ന് മാറ്റിയിരിക്കുന്നത്. ഇവിടെയൊക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്തൊക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടുന്ന് പോരണം. അതായത് ഇവിടുത്തെ കാലാവസ്ഥ ക്ലിയർ ആയതിനു ശേഷം അവിടുന്ന് പോലും ഇങ്ങോട്ട് പോരും. എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളിവിടെ ഇങ്ങനെ പോസ്റ്റ് ആയിരിക്കണം. അത് തന്നെ, അല്ലാതെ ഒരു വേറെ മാർഗമൊന്നുമില്ല. എന്തായാലും ഒരു 12:30 ഉള്ളവിടെ പോരാന്നൊക്കെ പറഞ്ഞത്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. വളരെയൊന്നുമില്ല. 7 മണിക്കൂറായി. 6 മണിക്കൂറിന്റെ നേരെ 12 ചാർജില്ല. ഇങ്ങനെ വട്ടം കറക്കണേ വേറെ ചെറുക്കന്മാരെ. ഇന്നും കണ്ടാണ്ടില്ല നിങ്ങൾ പരിപാടി നിർത്തിക്കളി. പൈലറ്റ് പരിപാടി ഇവിടെ ആകാശൊക്കെ തെളിഞ്ഞിക്കണേ. ലൊക്കേഷൻ നോട്ടെ. ചെറുക്കവിടെ റഡാറൊക്കെ നോക്കുന്നുണ്ട്. പാരി പോണൊക്കെ ഇറങ്ങടാ കുരിപ്പാളെ. ഇത്ര നേരെ ഇവിടെ വന്നിട്ട് എത്തിട്ടാ ചീറ് വിളിച്ചു പിന്നൊക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിന്ന് പള്ളിക്കൊണ്ട് നടക്കുന്നത് ലഗേജ് കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഇതിനാ ഐര നേരം വെക്കും ഞങ്ങൾ എത്തിച്ചിങ്ങനെ. ഐര്യ പ്രഭു പോര്. ആ വണ്ടി അവിടെയാണ്, അങ്ങോട്ട് പോരും.
ഐറിയ എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അടിപൊളിയായിരുന്നു. ഇതേത് ബാഗൊക്കെ പുതിയത് മേടിച്ചല്ലോ ചി ഐറിയ? എന്ത്? ആ പോട്ടെ, തള്ളു പോട്ടെ. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ഫുള്ളായി, ലഗേജ് ഫുള്ളായി. സ്ഥലല്ല വണ്ടി വെക്കാൻ സ്ഥലല്ല. ഓക്കെ, ഇത് ഇവിടുന്ന് വരുന്നപ്പോ ബാക്കിയൊക്കെ നാട്ടായിരുന്നാണ് അപ്പൊ. അതെ, ഐറിയ ഒന്നുമില്ലേ സത്യത്തില്? ഐറിയ ആശാപ്പൊക്കെ തോന്നുന്നില്ലേ? അത് ഇതാക്കാം, ഫ്രണ്ടൊക്കെ വെക്ക്. ലിനു അത് ഒക്കെ കൊണ്ടുവരാൻ പറയും, എല്ലാം കൊണ്ടുവരാൻ പറയും. ഒറ്റയാളൊക്കെ പോരട്ടെ. സാധനം ഇഞ്ഞു എടുത്ത് വെച്ചിട്ടുണ്ട് വെലിപ്പെട്ടി. സാധനം പോരട്ടെ. ചോക്ലേറ്റ് എടുക്ക്, ചോക്ലേറ്റ്. എടുക്ക്. ചെരുപ്പ് ഇതാ, സൗദി ചെരുപ്പാണ്. മുട്ടായി ഒരക്ക്. വാച്ചതാ, നല്ലൊരു വാച്ചാണ് കേട്ടോ. ഏത് വാച്ചാ നോട്ടാ? ബ്ലാക്ക് മതി. എന്നത് മതി.